യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇത് ചെക്ക് ബൗൺസ് ആകുന്നതിന് മുൻപ് ഏട്ടനൊന്ന് അവരെ വിളിച്ച് അറിയിക്കായിരുന്നില്ലേ? അല്ലെങ്കിൽ ബാങ്കിൽ കാശുണ്ടാവില്ലെന്ന് ഏട്ടൻ എന്നോടൊന്ന് പറയാമായിരുന്നില്ലേ? ഇത്രയും കാലം സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു കംപ്ലൈന്റ് കേൾപ്പിക്കാതെയാ ഏട്ടൻ ബിസിനസ് നടത്തിയിരുന്നത്. ഞാനും അതാ ഫോളോ ചെയ്യുന്നത്. ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ട പിന്നെ എല്ലാവരും ആ രീതിയിൽ നമ്മളെ കാണും. അങ്ങനെ ഒരു സ്ഥാപനം നോക്കി നടത്താൻ എനിക്ക് താല്പര്യമില്ല. നീ പറയുന്നത് കേട്ടാ ഇപ്പൊ നമ്മുടെ സ്ഥാപനം നടന്നു പോകുന്നത് ഭയങ്കര ഉടായ്പിലാണെന്ന് തോന്നൂലോടാ. എടാ, ഇതൊക്കെ എവിടെയും നടക്കുന്നതാ. ഒരു എമർജൻസി വന്നപ്പോ എനിക്ക് 2 ലക്ഷം രൂപ റോൾ ചെയ്യേണ്ടി വന്നു. അതാണ് സംഭവം. എന്ത് എമർജൻസി? നമ്മുടെ കുടുംബത്തിലെ ആർക്കും ആക്സിഡന്റ് ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസിനോ മറ്റോ അല്ലാതെ ബിസിനസിന് വെച്ചിട്ടുള്ള പണം എടുത്ത് മറിക്കരുതെന്ന് ഏട്ടൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്? ഇത് ഒരു ഹോസ്പിറ്റൽ കേസ് തന്നെയാ. ശ്യാമിനെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇറക്കണമായിരുന്നു. ശ്യാമിന്റെ അച്ഛനിവിടെ ഇല്ല. അതുകൊണ്ട് ഞാനും അമ്മയും കൂടിയാ അവനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു വാടക വീട്ടിൽ നിർത്തിയത്. മനസ്സിൽ 1.5 ലക്ഷം രൂപയുടെ ബില്ലായി. 50,000 വീടിന് അഡ്വാൻസ് കൊടുത്തു. ഹൈദരാബാദിലെ ഫ്ളാറ്റ് വിറ്റ കാശുമായി ശ്യാമിന്റെ അച്ഛൻ ഒരാഴ്ചക്കുള്ളിൽ എത്തും. അതുവരെയുള്ള ഒരു റോളിങ്ങാ. സോനയുടെ സമ്മതത്തോടെയാണോ ഏട്ടനും അമ്മയും ഇതൊക്കെ ചെയ്തത്? അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം.